എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ ഇവർക്ക് ടെൻഷൻ ആവുന്നു, ഇവർക്ക് ആങ്സൈറ്റി ആവുന്നു. സ്ത്രീകളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ ഇവർക്ക് പേടിയാവുന്നു. ഞാൻ സ്ത്രീകളുടെ അത്തരം ഏരിയകളിൽ നോക്കിയാൽ ഞാൻ നോക്കിപ്പോകുമോ എന്നാവും ഇവരുടെ ടെൻഷൻ മുഴുവൻ. ഇങ്ങനെയുള്ളവർക്ക് ഐ കോണ്ടാക്ട് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ള മാനസിക പ്രശ്നമാണ്. ഈ പ്രശ്നം ക്യൂർ ചെയ്യാൻ എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് എന്നോട് വീഡിയോ കോളിലൂടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ID-യിൽ ഒരു ഇമെയിൽ അയയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ തരാം, നമുക്കതിലൂടെ സംസാരിക്കാം. ഐ കോണ്ടാക്ട് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാനുള്ള, കണ്ണുകളിൽ നോക്കി സംസാരിക്കുവാനുള്ള വിമുഖത. വിമുഖത എന്നുള്ളതിനേക്കാൾ ഉപരി ആങ്സൈറ്റി, ഉത്കണ്ഠ എന്ന് പറയാം. വിമുഖത എന്ന് പറയുന്നത് ഒരു നെർവസ്നെസ്സിൻ്റെ ഭാഷയാവാം, ഒരു ഷൈനസ്, ഒരു നാണത്തിൻ്റെ ഭാഷയാവാം, ഒരു ഒതുങ്ങിക്കൂടലിൻ്റെ ഭാഷയാവാം, ഒരു ഇൻട്രോവേർഷൻ്റെ ഭാഷയാവാം. അത് അത്ര ബുദ്ധിമുട്ടുള്ള വിഷയമല്ല. എന്നാൽ ഐ കോണ്ടാക്ട് ആങ്സൈറ്റി എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് എന്തിനെന്ന് ചോദിച്ചാൽ, നെർവസ്നെസ് ആങ്സൈറ്റി അല്ല, ഷൈനസ് ആങ്സൈറ്റി അല്ല, വിമുഖത ആങ്സൈറ്റി അല്ല. പക്ഷേ ആങ്സൈറ്റി അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഇനീഷ്യൽ സ്റ്റേജസിൽ നെർവസ്നെസ് ഉണ്ടാവാം, പക്ഷേ പിന്നീട് അത് ക്യൂർ ആവും. ഷൈനസ് ഉണ്ടാവാം, പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി മാറിപ്പോവും. വിമുഖത ഉണ്ടാവാം, പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി മാറിപ്പോവും. ആങ്സൈറ്റി ഉണ്ടാവാം, പക്ഷെ അതും ഓട്ടോമാറ്റിക്കലി മാറിപ്പോകും, പക്ഷേ കുറേ ദിവസം കഴിഞ്ഞിട്ടാവും എന്ന് മാത്രം. ആങ്സൈറ്റി മാറാൻ കുറേ സമയമെടുക്കും. സാഹചര്യം വരണം, അതൊത്തു വരണം, എന്നാലേ ആങ്സൈറ്റി മാറുകയുള്ളൂ. ഐ കോണ്ടാക്ട് ആങ്സൈറ്റിയും ഏകദേശം അതുപോലെ തന്നെയാണ്. അതും മാറും. നിങ്ങൾ ഒരു ചികിത്സയും ചെയ്തില്ലെങ്കിലും കുറേ ദിവസം കഴിയുമ്പോഴേക്കും മാറും. പക്ഷേ അതിൻ്റെ സിംറ്റംസ്, ആങ്സൈറ്റി സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. കൈകാലുകൾ വിറയ്ക്കുക, ഹാർട്ട് ബീറ്റ്, നെഞ്ചിരിപ്പ് കൂടുക, ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി വർദ്ധിക്കുക, ചെറുതായിട്ട് വിയർക്കുക, നമുക്കൊരു ഫീലിംഗ് വരും, എനിക്ക് ആ സ്ഥലത്ത് നിന്നും എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യണം എന്നൊരു ഫീലിംഗ് വരും. ആ ഫീലിംഗ് സാധാരണ ആങ്സൈറ്റി ഡിസോർഡറിൽ വരുന്ന അതേ സിംറ്റംസ് തന്നെയാണ് ഐ കോണ്ടാക്ട് ആങ്സൈറ്റിയിലും ഉണ്ടാവുക. അങ്ങനെയുള്ള സിംറ്റംസ് വരുന്നത് കൊണ്ട്, ആ സിംറ്റംസിനെ ഈ വ്യക്തി പേടിക്കുന്നത് കൊണ്ട്, പിന്നീട് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഇതേ സിംറ്റം വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇദ്ദേഹം ആ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും ഇദ്ദേഹം അത് ക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അത് മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നർത്ഥം. ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഐ കോണ്ടാക്ട് ആങ്സൈറ്റി എന്ന് പറയുന്നത് ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ഭാഗം തന്നെയാണ്. ഒന്നുകിൽ അത് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ആവാം, അല്ലെങ്കിൽ ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ആവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോബിയ ആവാം. ഇതെല്ലാം ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ആങ്സൈറ്റി ഡിസോർഡർ ആണോ പ്രശ്നം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്നാലേ ട്രീറ്റ്മെൻറ്റ് ഭംഗിയായി നടക്കുകയുള്ളൂ. പ്രോപ്പർ ഡയഗ്നോസിസിന് നിങ്ങൾ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കണ്ടേ പറ്റൂ. കാരണം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും സ്വയം ഡയഗ്നോസ് ചെയ്യരുത്. ഗൂഗിൾ നിങ്ങളുടെ ഡോക്ടർ അല്ല, നിങ്ങളുടെ സൈക്കോളജിസ്റ്റ് അല്ല. ഗൂഗിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ദയവ് ചെയ്ത് നിങ്ങളുടെ സിംറ്റംസ് ഒക്കെ ഇതിൻ്റേതാണോ ആങ്സൈറ്റിയുടെ ആണോ എന്നുള്ളതൊന്നും തീരുമാനിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും, നിങ്ങൾക്ക് ടെൻഷൻ കൂട്ടുകയാണ് ചെയ്യുക, ആങ്സൈറ്റി കൂട്ടുകയാണ് ചെയ്യുക. ദയവ് ചെയ്ത് അത് ചെയ്യാതിരിക്കുക. ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കും. ഗൂഗിൾ ഉപയോഗിക്കുന്നതിനേക്കാളും വേഗത്തിൽ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ മാറ്റിത്തരികയും ചെയ്യും. ഐ കോണ്ടാക്ട് ആങ്സൈറ്റി സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെയും ഭാഗമാണ്. ഇപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എന്താ? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ പോകുമ്പോൾ അവർ എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ? അവർ എന്നെ അംഗീകരിക്കുമോ? അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? അവർ എന്നെക്കുറിച്ച് എന്ത് സംസാരിക്കും? അവർ എന്നെ നോക്കുന്നുണ്ടോ? ഇതെല്ലാമാണ് ഒരു സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയുടെ മാനസികമായ ധാരണകൾ. നമുക്കറിയാം ഇതെല്ലാം, ഈ പറയുന്ന ചിന്തകളെല്ലാം അസ്ഥാനത്താണ്,
ഇറാഷണൽ തോട്ട്സ് എന്ന് പറയുക. മറ്റുള്ളവർക്ക് നമ്മൾ ജഡ്ജ് ചെയ്തതുകൊണ്ട് എന്ത് കിട്ടാനാ? നമ്മൾ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെയായിരിക്കും മറ്റുള്ളവർ നമ്മെ ജഡ്ജ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെയും ഒരു പക്ഷേ മറ്റുള്ളവർ ആ സമയത്ത് നമ്മളെക്കുറിച്ച് തെറ്റായി വിചാരിച്ചു എന്ന് വരാം. പക്ഷെ പിന്നീട് അവർക്ക് നമ്മളെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട്. അവർ അതിലേക്ക് പോവും. നമ്മുടെ പ്രശ്നം അവർ മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ഇതൊന്നും തലയിൽ കയറില്ല, ഇതൊന്നും മനസ്സിലാവില്ല. അതാണ് ഇറാഷണൽ തോട്ട്സ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ലോജിക്കലായിട്ടുള്ള, ഇറാഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ലോജിക്കൽ അല്ലാത്ത ചിന്തകൾ. അത് ശരിയാണ് എന്നവർ ധരിക്കുന്നു. അത് ആങ്സൈറ്റിയുടെ ലക്ഷണമാണ്. അതിൻ്റെതായ രീതിയിൽ ചികിത്സിച്ചാൽ മാത്രമേ അത് മാറുകയുള്ളൂ. അതേപോലെ തന്നെയാണ് ഐ കോണ്ടാക്ട് ആങ്സൈറ്റിയും. അപ്പോൾ ഐ കോണ്ടാക്ട് ആങ്സൈറ്റിയിൽ ഇവർ കരുതുന്നത് എന്താണ്? ഞാൻ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടാവുന്നു, എനിക്ക് അവരുടെ കണ്ണുകളിൽ നോക്കാൻ പറ്റുന്നില്ല. ആങ്സൈറ്റി ഡിസോർഡർ, നാളെ രാവിലെ ഇതേപോലെ ഞാൻ സംസാരിക്കേണ്ടി വരുമ്പോൾ എനിക്ക് അതേ സിംറ്റംസ് ഉണ്ടാകുമോ എന്നെല്ലാമുള്ള വളരെയധികം നെഗറ്റീവായ ഇറാഷണൽ ആയിട്ടുള്ള ചിന്തകൾ. ഇതിനു മുമ്പ് അതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്നതിനർത്ഥം ഇനിയും അങ്ങനെ ഉണ്ടാവണം എന്നല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടായില്ലെങ്കിലും ഞാൻ എക്സ്പീരിയൻസ് ആയ വരികയാണ്. ഈ വ്യക്തി കൂടുതൽ ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് വരികയാണ്. അങ്ങനെയുള്ളപ്പോൾ അത് വീണ്ടും എങ്ങനെ ഉണ്ടാവും? ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾ ആദ്യമായി ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ, നിങ്ങളുടെ ഓഫീസിൽ ആദ്യമായി ജോയിൻ ചെയ്ത് നിങ്ങളുടെ ബോസിനെ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഷൈനസും നെർവസ്നെസ്സും എല്ലാം ഉണ്ടായെന്ന് വരാം. ഒരു പക്ഷേ ഐ കോണ്ടാക്റ്റിൻ്റെ പ്രശ്നവും വന്നു എന്ന് വരാം. പക്ഷേ ആ ബോസുമായി കൂടുതൽ നിങ്ങൾ ഇടപഴകി വരുമ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നം ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. ആളുകളുമായി ഇടപഴകുമ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നം ഓട്ടോമാറ്റിക്കലായി കുറഞ്ഞു വരും. അത് തന്നെയാണ് എല്ലാവരുടെയും ബാധകം. ഏത് ആങ്സൈറ്റി ഡിസോർഡർ ആണെങ്കിലും ഏത് ഫോബിയയും ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എത്ര ഇടപെടുന്നുവോ അത്രയും വേഗം അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഐ കോണ്ടാക്ട് ആങ്സൈറ്റിയിൽ ഈ പറയുന്ന ചില വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സ് നമ്മൾ ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം തീരുമാനിക്കേണ്ടത് എനിക്ക് ഐ കോണ്ടാക്ട് ആങ്സൈറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കണ്ടു വേണം തീരുമാനിക്കാൻ. സ്വയം ഡയഗ്നോസ് ചെയ്യരുത്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക. ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നിങ്ങളുടെ ഇമേജിനെ, നിങ്ങളുടെ പ്രതിബിംബത്തെ നോക്കി അതിൽ നിങ്ങളുടെ മുഖത്തിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. വിർച്വലി മനസ്സുകൊണ്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അതായത് 2 കണ്ണും നിങ്ങളുടെ വായയും കൂട്ടി ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുക. നിങ്ങൾ സംസാരിക്കുക. ആ കണ്ണാടിയിൽ നോക്കി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ വിഷയങ്ങൾ നിങ്ങളോട് തന്നെ, പ്രതിബിംബത്തിനോട് പറയുക. ആ സമയത്ത് ഓരോ 10 സെക്കൻഡും ആദ്യം ഈ കണ്ണിൽ നോക്കുക, സംസാരിക്കുക. 10 സെക്കൻഡ് കഴിഞ്ഞ് ഈ കണ്ണിൽ നോക്കുക, സംസാരിക്കുക. വീണ്ടും 10 സെക്കൻഡ് കഴിഞ്ഞ് ഈ കണ്ണിൽ നോക്കുക, സംസാരം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ റിപ്പീറ്റഡ്ലി മാറ്റി നമ്മുടെ കണ്ണുകളുടെ പൊസിഷൻ, നമ്മുടെ കണ്ണുകൾ എതിരെയാണോ നോക്കുന്നത് ആ പൊസിഷൻ മാറ്റി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ആ ചെയ്യുന്ന പ്രക്രിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, ഫോക്കസ് ചെയ്യുകയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം. അത് ഞാൻ പിന്നീട് പറയാം. ഇങ്ങനെ ഒരു പ്രാക്ടീസ്, ഇപ്പോൾ നിങ്ങൾക്ക് മുഖത്ത് മറ്റ് ഏരിയകൾ അതിൽ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്യാം. നെറ്റി കവർ ചെയ്യാം, കണ്ണുകൾ കവർ ചെയ്യാം, മൂക്ക് കവർ ചെയ്യാം, വായ കവർ ചെയ്യാം, കവിളുകൾ കവർ ചെയ്യാം, ചെവികൾ കവർ ചെയ്യാം, താടി കവർ ചെയ്യാം. ഇത്രയും ഏരിയ, ഈവൻ മുടി പോലും നിങ്ങൾക്ക് കവർ ചെയ്യാം. ഇതെല്ലാം 5 സെക്കൻഡ് വെച്ച് നോക്കിക്കൊണ്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. ഈ ടെക്നീക്ക് ഏകദേശം ഒരാഴ്ച ദിവസം 2-3 പ്രാവശ്യം സ്വയം ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ പ്രിപ്പയർ ആവുകയാണ്, ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ ഇതേ ടെക്നീക്ക് ഉപയോഗിക്കും എന്നുള്ളത്. മറ്റൊരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ, നാളെയാണ് ഒരാളോട് സംസാരിക്കാൻ, ഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ പോയി ഇപ്പം തന്നെ ഒരാൾ മുമ്പിൽ വന്ന് നിന്നു അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ടെൻഷൻ ആവില്ല. കാരണം മുൻവിധിയൊന്നുമില്ല, മുൻധാരണകളൊന്നുമില്ല. ഇത് പെട്ടെന്ന് നടന്നൊരു മീറ്റിംഗാണ്. എന്നാൽ നാളെ നടക്കാൻ പോകുന്ന മീറ്റിങ്ങിൽ എനിക്കിങ്ങനെ സംസാരിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ചിന്ത വരുമ്പോഴാണ് നമ്മൾ ഇന്ന് തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുകയും ഇന്ന് തന്നെ നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുക. അപ്പോഴാണ് ഈ ആങ്സൈറ്റി കൂടുന്നത്. അപ്രിഹെൻഷൻ കൂടുമ്പോഴാണ് ആങ്സൈറ്റി കൂടുന്നത്. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ ആങ്സൈറ്റിയൊക്കെ സാധാരണ പ്രശ്നമാണ്, ഇതൊരു നെർവസ്നെസ്സിൻ്റെ പ്രശ്നമാണ്, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, അതുകൊണ്ട് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, ഞാനിതിനെ മൈൻഡ് ചെയ്യുന്നില്ല, നാളെ അത് ഭംഗിയായിട്ട് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നുള്ള രീതിയിൽ പോസിറ്റീവ് അഫർമേഷൻ ചെയ്തുകൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണിട്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 സെക്കൻഡ് ടെക്നീക്ക് ഉപയോഗിക്കുക. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ മാറി നോക്കുക, നെറ്റിയിൽ നോക്കുക, കവടുകളിൽ നോക്കുക,
മൂക്കിൽ നോക്കുക, വായിൽ നോക്കുക, താടിയിൽ നോക്കുക, മാറി 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 നോക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റു ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് തല കുലുക്കി നോഡ് ചെയ്യാം. സംസാരിക്കുന്നതിനിടയ്ക്ക് തല കുലുക്കാം, കൈകൾ ചെറുതായി അഡ്ജസ്റ്റ് ചെയ്യാം, കാലുകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഇത്തരം സന്ദർഭങ്ങളിൽ കാലുകൾ സ്റ്റിഫായി പോകും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ സ്റ്റിഫായ കാലുകളെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. കോൺഷ്യസ് ആയിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളെയും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ആങ്സൈറ്റിയിൽ നിന്നും നമ്മുടെ ശ്രദ്ധ മാറി ശാരീരികമായ ഈ ഫിസിക്കൽ മൂവ്മെൻറ്റ്സിൽ മാറും. ഈ ഫിസിക്കൽ മൂവ്മെൻറ്റ്സിൽ മാറുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി വളരെയധികം കുറയും എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഇതാണ് ഐ കോണ്ടാക്ട് ആങ്സൈറ്റി അവിടെ തന്നെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അതായത് നമ്മൾ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള മൂവ്മെൻറ്റിൽ ശ്രദ്ധ ചെലുത്തുക. ഹാർട്ട് ബീറ്റിൽ ശ്രദ്ധ ചെലുത്തരുത്, കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടാവാം, അതിൽ ശ്രദ്ധ ചെലുത്തരുത്. അവിടെയുള്ള വ്യക്തിയുടെ ഫേസിൽ, മുഖത്തിൽ ഉള്ള സ്ഥലത്ത് ശ്രദ്ധ ചെലുത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖത്ത് അല്ലെങ്കിൽ ഫേസിൽ ഉള്ള പോയിന്റ്സിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സ് റിലാക്സ് ആവും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 50-70 ടെക്നിക്ക് എന്ന് പറയുന്ന, നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ 50% നേരം അദ്ദേഹത്തിൻ്റെ ഫേസിൽ നോക്കിക്കൊണ്ടിരിക്കുവാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം വശങ്ങളിൽ നോക്കുക. അദ്ദേഹം സംസാരിക്കുമ്പോൾ 70% സമയവും അദ്ദേഹത്തിൻ്റെ ഫേസിൽ, അതായത് ഷിഫ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുവാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം പുറത്തേക്ക് നോക്കുക. വേറെ ഏതെങ്കിലും പോയിന്റിലേക്ക് നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക, തല കുലുക്കാൻ ശ്രമിക്കുക. ഇത്രയും ചെയ്യുക. അതാണ് 50-70 ടെക്നിക്സ്. അടുത്ത പോയിന്റ് വരുന്നത്, സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ അനാവശ്യമായ ഭാഗത്തേക്ക് നോക്കിപ്പോകുമോ എന്നുള്ള പേടി. ഇറാഷണൽ തോട്ടിൻ്റെ പ്രധാനപ്പെട്ട വശം ഇതാണ്. ഞാൻ അങ്ങനെ നോക്കിപ്പോകുമോ എന്ന് പേടിച്ചാലും ഒരു കാരണവശാലും നമ്മൾ നോക്കാറില്ല. പേടി മാത്രമേ ഉണ്ടാവുള്ളൂ, ഇറാഷണൽ തോട്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇറാഷണൽ ആങ്സൈറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും നമ്മൾ നോക്കാറില്ല എന്നർത്ഥം. അതെപ്പോഴും മനസ്സിൽ വയ്ക്കാം. ഈവൻ മാനസിക രോഗമുള്ളവർ പോലും സ്ത്രീകളുടെ അനാവശ്യമായ സ്ഥലങ്ങളിലേക്ക് നോക്കാറില്ല. കാരണം അത് ചെയ്യരുത് എന്നുള്ള ബോധം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവം ഒരിക്കലും നടക്കുന്നില്ല. എന്നാലും നമ്മളതിനെ ശ്രദ്ധിക്കുക. അതായത് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സ്ത്രീകളെ ഒരു അന്യ ആയിട്ട് കാണരുത്. നമ്മുടെ സ്വന്തം ആളുകൾ, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സോ ആയിരിക്കാം നമ്മൾ സംസാരിക്കുന്നവർ. യാദൃശ്ചികമായി ആ പരിചിതയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പരിചയിച്ചിട്ടുള്ളൊരു വ്യക്തിയോട്, സുഹൃത്തിനോട്, ഓഫീസിലൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇറാഷണൽ തോട്ട് മാത്രമാണ്, അടിസ്ഥാനമില്ലാത്ത ചിന്ത മാത്രമാണ്. ഞാൻ ഒരിക്കലും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല, പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം. പിന്നെ കൂടെയുള്ളത് നമ്മുടെ സുഹൃത്താണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഞാൻ അറിയാതെ ഏതെങ്കിലും സ്ഥലത്ത് നോക്കിപ്പോയാൽ പോലും ആ സുഹൃത്ത് നമ്മളോട് പറയില്ലേ, നീ അങ്ങനെ നോക്കരുത് എന്ന് പറയില്ലേ? പേടിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ ആ സുഹൃത്ത് നമ്മളോട് പറയുമ്പോൾ നമുക്ക് അപ്പോൾ അത് കറക്റ്റ് ചെയ്താൽ മതി. പേടിക്കരുത് എന്നർത്ഥം. അതായത് സോഷ്യൽ ആങ്സൈറ്റിയുടെ ലക്ഷണം പോലെ തന്നെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ഇറാഷണലായി ചിന്തിക്കുന്നത് പോലെ ഇതും ഒരു ഇറാഷണൽ തോട്ട് മാത്രമാണ്. അവിടെയും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഫേസിലെ പല പോയിന്റിൽ നോക്കുന്നത് നിങ്ങളെ സഹായിക്കും. ശരീരത്തിലെ കൈകാലുകൾ ഇളക്കുന്നതും നമ്മളെ സഹായിക്കും. ഫോക്കസ് മാറ്റിക്കൊണ്ടുപോകാൻ. ഫോക്കസ് നമ്മുടെ ആങ്സൈറ്റിയിൽ നിന്നും നമ്മുടെ ശാരീരികമായ മൂവ്മെൻറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമുക്ക് ജയം സംഭവിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് മാറും എന്ന് ഞാൻ പറഞ്ഞില്ല. പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുമോ അത്രയും വേഗം ഇത് മാറും. വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഐ കോണ്ടാക്ട് ആങ്സൈറ്റി എന്ന് പറയുന്നത് മറ്റേതൊരു ആങ്സൈറ്റി ഡിസോർഡറിനെയും പോലെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. ആങ്സൈറ്റി ഡിസോർഡർ മാറുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും മാറും. അത് മാറ്റുവാനാണ് സൈക്കോളജിസ്റ്റായ ഞങ്ങളും സൈക്യാട്രിസ്റ്റും നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ഈ ലോകത്ത് നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുന്നത്. ഒരു പേടിയും വേണ്ട, എല്ലാം ശരിയാവും.